ഡീലിൽ കൊമ്പുകോർത്തു മുന്നണികൾ. പാലക്കാട് CPM BJP ധാരണ ആവർത്തിച്ചു VD സതീശൻ. സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ഡീൽ വ്യക്തമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ആരോപണം തള്ളി CPM-ഉം BJP-യും. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രചരണായുധമാക്കില്ലെന്ന് പറഞ്ഞ റാന്നിയിലെ NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലിനെ തിരുത്തി കുമ്മനം രാജശേഖരൻ. ഹിന്ദു MLA പരാമർശത്തിൽ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു പോലീസ്. തന്നെ പിണറായി ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനം മാത്രമെന്ന് G സുധാകരന്റെ മറുപടി. ചെറ്റ അടിസ്ഥാന വർഗത്തിന്റെ പുരയാണെന്നും G സുധാകരൻ. ധർമ്മടത്ത് CPM-ലെ ആര് നിന്നാലും വിജയിക്കുമെന്നും G സുധാകരൻ. CPM വിട്ട ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ വർക്കലയിൽ BJP സ്ഥാനാർത്ഥി. മുൻ MLA കാരാട്ട് റസാഖ് ഇടതു ബന്ധം അവസാനിപ്പിച്ച് വീണ്ടും ലീഗിൽ. മങ്കടയിൽ ലീഗ് വിമതന് CPM പിന്തുണ. LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് PDP. വികസന കാര്യത്തിൽ പരസ്യ സംവാദത്തിന് മന്ത്രി V ശിവൻകുട്ടിയുടെ വെല്ലുവിളി സ്വീകരിച്ചു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേമത്തെ വികസനത്തിൽ രാജീവ് ചന്ദ്രശേഖറെ മന്ത്രി വെല്ലുവിളിച്ചത് അമൃത ന്യൂസിന്റെ ഇലക്ഷൻ പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ. 1000 കോടിയുടെ വികസനം മന്ത്രി കാണിച്ചു തരണമെന്ന് നോട്ട് ദി പോയിന്റിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. ഊർജ്ജ രംഗത്തെ സാഹചര്യം ചർച്ച ചെയ്തു. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് LPG എത്തിത്തുടങ്ങി. വാണിജ്യ സിലിണ്ടർ നൽകി തുടങ്ങാമെന്ന കേന്ദ്ര ഉറപ്പിനെ തുടർന്ന് നാളത്തെ സമരം ഒഴിവാക്കി ഹോട്ടൽ ഉടമകൾ. ആഭ്യന്തര വിമാനയാത്രാ നിരക്കിലെ നിയന്ത്രണം പിൻവലിച്ച് വ്യോമയാന മന്ത്രാലയം. തീരുമാനം വിമാന കമ്പനികൾ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ. ശത്രു രാജ്യത്തിന്റെ ഒരു F-15 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ. ഹോർമൂസ് കടലിടുക്കിൽ തകർന്നു വീണെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ. ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ 6 മരണം. സാങ്കേതിക തകരാറെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം. ശബരിമല യുവതീ പ്രവേശം പാടില്ലെന്ന് തന്ത്രി കണ്ഠര് രാജീവര്. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് പാലിക്കണമെന്ന് തന്ത്രി. സ്ത്രീ സമൂഹം വിലക്ക് അംഗീകരിക്കുമെന്ന് തന്ത്രി സുപ്രീം കോടതിയിൽ വാദങ്ങൾ എഴുതി നൽകി. ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം. സംസ്ഥാനത്ത് ചൂട് കൂടും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഉയരുന്നതും ആശങ്ക. വരും ദിവസങ്ങളിൽ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 5ാം തോൽവിക്ക് പിന്നാലെ പരിശീലകൻ ഡേവിഡ് കറ്റാലയെ പുറത്താക്കി. പുതിയ പരിശീലകൻ ഉടനെന്ന് ടീം മാനേജ്മെന്റ്. ഒമാനിൽ വാഹനം മിന്നൽ പ്രളയത്തിൽപ്പെട്ട് 3 മലയാളികൾ മരിച്ചു. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. മരിച്ചത് പാലക്കാട് തൃത്താല സ്വദേശികളായ ഷംല, റംല, യൂസഫ്.